അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ മുട്ടക്കറി എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി 3 മുട്ട കുക്കറിൽ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഇത് ഓഫാക്കാം. നമ്മൾ കുക്കറിൽ തന്നെ കേട്ടോ മുട്ടക്കറിയും ഉണ്ടാക്കുന്നത്. മുട്ടക്കറിക്ക് 2 സവാളയും പകുതി തക്കാളിയും ഒരു പച്ചമുളകും 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പച്ചമുളക്, വേപ്പില, തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ട ഒരു വിസിലിന് ശേഷം വെന്തിട്ടുണ്ട്. വിസിൽ വന്ന് മൊത്തം പോയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ കുക്കറിൽ തന്നെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. മുട്ട തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കറിൽ മുട്ട പുഴുങ്ങാൻ ഈസിയാണ്. ഒരു വിസിലിനെടുത്താൽ മതി. കുക്കറിലേക്ക് ഇത് മൊത്തം കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ കൂട്ടി തിരുമ്മി എടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം ആവാനും പാടില്ല. അതിൻ്റെ ഒപ്പത്തിൽ നിൽക്കുന്ന വെള്ളം അത്ര ഒഴിച്ചു കൊടുക്കണം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3 വിസിലിനും കൂടി എടുക്കുക. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. വിസിലൊക്കെ പോയി ഇരിക്കണേണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. മുട്ട ഇങ്ങനെ വരഞ്ഞെടുക്കുക. മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറധികം വേണ്ടാത്തവർ അതൊന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി. മുട്ടയെല്ലാം ഇട്ട് ഒന്നും കൂടി ചാറൊന്ന് വറ്റിച്ചെടുക്കാം. ഗ്രേവി നല്ല ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ വറ്റിക്കണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുട്ട കറി വെച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.